ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ജനപ്രിയ SUV-യായ ടൊയോട്ട ഫോർച്യൂണർ വമ്പൻ മാറ്റങ്ങളോടെ ഉടനെത്തും. മൂന്നാം തലമുറയിലേക്ക് സമഗ്രമായ അപ്ഡേറ്റുകളോടൊപ്പം എത്തുന്ന വാഹനം ഡിസൈൻ മാറ്റങ്ങളും ആധുനിക സവിശേഷതകളും ഉൾക്കൊള്ളും. ടൊയോട്ട ഫോർച്യൂണർ സമഗ്രമായ കോസ്മെറ്റിക് അപ്ഡേറ്റുകളും ഫീച്ചർ അപ്ഗ്രേഡുകളും ഉപയോഗിച്ച് മൂന്നാം തലമുറയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. പുതിയ മോഡൽ ഇതിനകം പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026 അവസാനമോ 2027 തുടക്കത്തിലോ ഇത് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. പുതിയ ഫോർച്യൂണർ അതിന്റെ യഥാർത്ഥ സിൽഹൌറ്റ് നിലനിർത്തുമെങ്കിലും വിശാലമായ ഫ്രണ്ട് ഫാസിയ, പരന്ന ബോണറ്റ് എന്നിവ ഇതിന്റെ സവിശേഷതകളാണ്. ആഗോള വിപണികളിൽ ഇതിനകം വിൽപ്പനയ്ക്കെത്തിയതും ഇന്ത്യയിലേക്ക് എത്തുന്നതുമായ പുതുതലമുറ ഹിലക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും ഇതിന്റെ ഡിസൈൻ ഘടകങ്ങൾ. മുൻവശത്തെ SUV-യിൽ വലിയ ഗ്രിൽ, അല്പം താഴ്ത്തിയ ഹെഡ്ലാമ്പ് ക്ലസ്റ്ററുകൾ, ഫോഗ് ലാമ്പ് അസംബ്ലി, സ്ലിം LED DRL, പുനർരൂപകൽപ്പന ചെയ്ത ബമ്പർ എന്നിവ ഉൾപ്പെട്ടേക്കാം. പിൻഭാഗത്തെ ഡിസൈൻ വിശദാംശങ്ങൾ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. വയർലെസ് ഫോൺ ചാർജിംഗ്, 360 ഡിഗ്രി ക്യാമറ, സൺറൂഫ്, വെന്റിലേറ്റഡ് പവർ ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകളും വാഗ്ദാനം ചെയ്തേക്കാം. 2026 ടൊയോട്ട ഫോർച്യൂണർ നിലവിലുള്ള 2.7 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സുരക്ഷാ ക്യാമറകൾക്ക് ഇന്ത്യൻ വിപണിയിൽ പൂട്ടിടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രമുഖ ചൈനീസ് ബ്രാൻഡുകൾക്ക് ഈ മാസം മുതൽ വിൽപ്പന വിലക്ക് നേരിടേണ്ടി വരിക. ചൈനീസ് വീഡിയോ സർവൈലൻസ് കമ്പനികളായ ഹിക്വിഷൻ, ദഹുവ, TP-Link തുടങ്ങിയ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇന്റർനെറ്റ് കണക്റ്റഡ് CCTV ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ. ഏപ്രിൽ മുതൽ സ്റ്റാൻഡർഡൈസേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നിയമങ്ങളുടെ കീഴിലുള്ള പുതിയ സർട്ടിഫിക്കേഷൻ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ നിരോധനം നടപ്പിലാകും. ഈ ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യയിൽ CCTV ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുമതി നിർബന്ധമാണ്. ഈ നിയമങ്ങൾ ഇന്ത്യയിൽ CCTV ക്യാമറകളും വീഡിയോ സർവൈലൻസ് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന എല്ലാ ബ്രാൻഡുകൾക്കും ബാധകമാണ്. ഈ നീക്കം കണക്റ്റഡ് ഉപകരണങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമാക്കാനുള്ള സർക്കാരിന്റെ വലിയ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഹിക്വിഷൻ ഉൾപ്പെടെയുള്ള ചൈനീസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും ചൈനീസ് ഉറവിടമുള്ള ചിപ്സെറ്റുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും സർട്ടിഫിക്കേഷൻ നൽകുന്നതിൽ അധികൃതർ വിസമ്മതിക്കുകയാണ്. സ്റ്റാൻഡർഡൈസേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അംഗീകാരമില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം പ്രായോഗികമായി നിരോധിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.